ഇതിലൊരു ഒരു 15 to 16 മിനിറ്റ്സ് ഒരു സിംഗിൾ ഷോട്ടെ പറ്റി അത് അവരാണ് എക്സ്പെർട്ട്, അവരാണ് എല്ലാം ഡയലോഗ് പാവം മുഴുവൻ ഡയലോഗ് ഇട്ട് അവരാണ് സംസാരിച്ചു, വളരെ നന്നായിട്ട് ചെയ്തു. ബിക്കോസ് ഐ തിങ്ക് സെക്കൻഡ് ഡേ അത് സെക്കൻഡ് സീനും, പക്ഷെ അത് ഒരു 10 days റിഹേഴ്സൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു വളരെ കഷ്ടമാണ് ഷോട്ട്. ബിക്കോസ് അത് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ യു ക്യാൻ കട്ട് ഇറ്റ് ഇൻ ടു ഷോർട്സ്, ബട്ട് അത് ഒരു സിംഗിൾ ടേക്ക് ആയിട്ട് സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. ആൻഡ് ഞങ്ങളെല്ലാവരും ലൈക്ക് വി വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അതിനുള്ളിൽ കുറേ വിഷയങ്ങൾ ഇനി ഇഫ് ഞങ്ങൾ പറയില്ലെങ്കിൽ കാണുമ്പോൾ ഇത് ഓക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇല്ല, അത് ഒരു ഷോട്ടിന് പറയുമ്പോൾ യു വിൽ ബി ഷോക്ക്, ഞെട്ടി പോകും. ബിക്കോസ് അങ്ങനെ അത്ര മൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരു ക്യാമറ എങ്ങനെ ഇതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കും നിങ്ങൾ. അങ്ങനെയാണ്. ബട്ട് ക്രെഡിറ്റ് ഐ മീൻ ഐ വുഡ് സേ 3 people. ചിത്ത ഓബ്വിയസ്ലി അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഹി മെയ്ഡ് ദ ഹോൾ ഞങ്ങൾ അവർ ചിത്താനെ വിളിക്കും ബിക്കോസ് ചിത്താൻ്റെ മൂവി. സോ ആ കോൺസെപ്റ്റും അത് ദ വേ ഹി ഡിഡ് ഇറ്റ് എല്ലാം, ആൻഡ് ഹി വാസ് സോ പാഷനറ്റ് അബൌട്ട് ഇറ്റ്. അവർ അത് പറ്റി പിന്നെ പറയും. അവർ ഹി ബ്രോക്ക് ഡൗൺ ആൺ ഓൾ ദാറ്റ്. അത് വരാം. ദാറ്റ് ഈസ് ഫസ്റ്റ്. സെക്കൻഡ് വിവേക് ക്യാമറാമാൻ, ഐ മീൻ എല്ലാം ലൈറ്റിംഗ്, ഇറ്റ്സ് ദ മിഡിൽ ഓഫ് ദ നൈറ്റ്, സോ ഇറ്റ്സ് നോട്ട് ബ്രോഡ് ഡേ ലൈറ്റ്. ലൈറ്റ് ഷുഡ് നോട്ട് ബി സീൻ. എങ്കിലും സീൻ ഷുഡ് ബി സീൻ. അതെല്ലാം ലൈറ്റ് ചെയ്തിട്ടാറ്. ബട്ട് അവരുടെ ഗിംബിൾ വെച്ചിട്ട് വിവേക്കിന് ഒരാൾ അവനാണ് നിൽക്കാൻ പാടില്ല. ബിക്കോസ് ഫുൾ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് കടക്കും. അവനാണ് ലൈക്ക് ഹി കുഡൻറ്റ് സ്റ്റാൻഡ് ഓൾസോ ആ തിങ്. ആൻഡ് തേർഡ് ഐ വിൽ സേ മെയിൻലി ഹിം, ബിക്കോസ് ഡയലോഗ്സ് എല്ലാം, ബിക്കോസ് അവർ ഡയലോഗ് പോകണം ഫുൾ ഷോട്ട് പോകും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ ഷോട്ട് എല്ലാം 10 minutes into the shot പെട്ടിന് മറന്നാലോ വാട്ട് എവർ. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു see SJ and all of us were there. You know that language. നമ്മൾ എല്ലാവർക്കും it became a thing for അവർക്ക് ലാംഗ്വേജ് അറിയാത്ത ടെൻഷൻ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവരോട് ഒരു സീൻ ഞാൻ ആ സീൻ തന്നെ നമ്മൾ പറഞ്ഞ സീനും നല്ല സീൻ. അത് ആ സീൻ ഞാൻ കാണുമ്പോൾ ഒരു 3 minutes or 4 minutes or something like. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ആ സീൻ വാട്ട് എ പെർഫോമൻസ് കാണുമ്പോൾ എല്ലാം ഒരു ഷോട്ടിൽ ചെയ്ത ആളിൽ. അപ്പോൾ ക്യാമറ പാൻ ആകുമ്പോൾ ഒരാൾ സർ ഫോൺ വന്ന് ഇല്ല സർ അവർ. അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ അയാളുടെ ടെൻഷൻ എങ്ങനെ ഉണ്ടാവും 3 minutes. അയ്യോ അത് SJ സൂര്യ അവർ ചെയ്യുമ്പോൾ ഇത് അവൻ നല്ല പண்ற അയ്യോ ഉന്നും നല്ല പண்ற ഇപ്പോൾ ഇതാണ് ആച്ചന എന്താവും ടെൻഷൻ അല്ലേ. അപ്പോൾ സുരാജ് would have gone through the same thing അല്ലേ. he can't tell us that no. ഫസ്റ്റ് ടൈം വന്നിട്ട് ഇല്ല എനിക്ക് ആക്ച്വലി കുറച്ച് ടെൻഷൻ ഉണ്ട് എനിക്ക്. he can't say വേറെ പുതു ഡയലോഗ് ഇല്ലേ. ഇവിടെ ആണെങ്കിൽ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാം കിട്ടും. അവിടെ വന്ന് അയ്യോ യു ഫീൽ ദാറ്റ്. മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല ഇവിടെ. എനിക്ക് നേരെ മറന്നാലും വേറെ ഏതാ വാക്ക് പറയാല്ലേ. കറക്റ്റ്. അതൊന്നും അറിയില്ല. അത് ഹി ഈസ് വെരി പർട്ടിക്കുലർ. അത് ഇൻറ്റോനേഷനും വാർത്തയും. ബിക്കോസ് നമ്മളുടെ പടത്തിലെ ഡയലോഗ്സ് ഇല്ല ആക്ച്വലി. ഒറിജിനലായിട്ട് ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുമോ അങ്ങനെയാണ്. സോ അപ്പോൾ ഈ പുള്ളിക്ക് തമിഴ് അത് നരേഷൻ മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഹി ഡിഡ് ഇറ്റ് എവറി ടേക്ക്. ആക്ച്വലി ഐ തിങ്ക് ഒരു ടേക്ക് കൂടെ സുരാജ് ആളെ റീടേക്ക് ആവില്ല. ഒരു ടേക്ക് നോട്ട് ഈവൻ വൺ ടേക്ക് വാസ് ബിക്കോസ് ഓഫ് സാർ யார் சொல்லுது நல்லா பண்ணு தெலுங்கு இன்டர்வியூ ചെയ്യുമ്പോൾ എന്നെ പറ്റി പറയും. പിന്നെ ഈ സിംഗിൾ ഷോട്ടാണ് എൻ്റെ ഫസ്റ്റ് ദിവസം ചെന്നിട്ട് ചെറിയ ഡയലോഗാ തന്നത്. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച തമിഴല്ലേ രക്ഷപ്പെട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. സെക്കൻഡ് ഒരു ഡയലോഗ് ഒക്കെ വന്നിട്ട് ഞാൻ ചോദിച്ചു സാർ ഫുൾ സിനിമയുടെ എൻ്റെ ക്യാരക്ടറിന്റെ ഫുൾ ഡയലോഗാണ് ഈ സീനിലെ മാത്രമാണ് ഇത് ഞാൻ ഇത് നോക്കുന്ന. അതിന്റെ ഒരു ഭയങ്കര ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഈ പിന്നെ ഓരോരോ പോർഷനായിട്ട് ഇരുന്ന് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് എന്നിട്ട് മൊത്തം ഷോട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഈ കൂടുതൽ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത് ഈ സീൻ തുടങ്ങുമ്പോൾ. പറഞ്ഞോട്ടെ സാർ. കാര്യം ഞാൻ ഞെട്ടിപ്പോയത് ഒരു ചെറിയൊരു ആക്ടറുണ്ട്, ഒരു ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ആ ആർട്ടിസ്റ്റാണ് സാറ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടിയിട്ടേക്ക് സാറിങ്ങനെ നിൽക്കണം. സാറിൻ്റെ ഈ കാലും വയ്യ, ഇതെല്ലാം എനിക്കും അറിയാം. കാര്യം ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം അതിലിങ്ങനെ ഡയലോഗ് പറയും, വീണ്ടും തോളിൽ തട്ടിയിരിക്കും. ഇത് തെറ്റിച്ചുകൊണ്ടേയിരിക്കുക. 5 ടേക്കായി 10 ടേക്കായി 20 ടേക്കായി. ഫസ്റ്റ് ഡയലോഗ് പുള്ളിയുടെ ഇതിങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭാഗ്യത്തിന് സമയം 2:30-3 മണിയാണ്. ടൈമും കൂടെ നമ്മൾ നോക്കണം, പാതിരാത്രി. ഇതും കഴിഞ്ഞിട്ട് സാറിങ്ങനെ നടന്നത്. ഞാൻ അപ്പം ആലോചിച്ച് ഇന്ത്യയിലെ ഒരു പ്രമുഖ നടന്മാരില്ല അല്ല കിഡിലെ ആക്ടേഴ്സ് ആയിട്ടുള്ള ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം വിക്രം സാറിന് ഒരു 5 minute റെസ്റ്റ് ചെയ്തിട്ട് നീ പഠിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്യാം. കാരണം 16 minute സിംഗിൾ ഷോട്ടാണ്. ഇത് തെറ്റിയാൽ വീണ്ടും എടുത്തുകൊണ്ടേ വരണം. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും പറയാം. പക്ഷെ അതൊന്നും ഇല്ലാതെ അതിനോടൊപ്പം ഈ കാര്യം വെച്ചിരിക്കും സാറ് വീണ്ടും. അതൊരു ഞാൻ കണ്ട എൻ്റെ അത്ഭുതപ്പെട്ടു പോയി സാർ.
അല്ല ആരെങ്കിലും ആണെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് ഫുൾ നിൽക്കുന്നത്. അതാണ് വിക്രം സാർ ഇപ്പോഴും വിക്രം സാർ ആയിട്ട് നിൽക്കുന്നത്. അതാണ് എല്ലാ മാസം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ പറയും സോ ക്യൂട്ട്, താങ്ക് യു വെരി മച്ച്. ഇല്ല, ഐ വാണ്ടഡ് ടു ആഡ് ടു വാട്ട് ഹി സെഡ്. സി ആക്ച്വലി ഇറ്റ് ഇസ് 6 scenes, ഐ തിങ്ക്. ആ സീൻ 6 scenes is almost like 6 scenes in one scene അല്ലേ. ഒരു പോർഷൻ there will be 6 segments. So ഒന്നൊന്നും പ്രാക്ടീസ് ചെയ്യണം. So Suraj went through 6 scenes in one day in ഒരു shot. So that is what I was trying to say. Sorry. വേറെ ലെവൽ സാർ. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ്.